പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ യോഗം തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജനം, മുന്നണിയുടെ ദർശനരേഖ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പാർലമെന്റിലുണ്ടായ അതീവ സുരക്ഷാ വീഴ്ചയും പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യനീക്കങ്ങൾക്കായി സമിതി രൂപീകരിച്ചു. കോൺഗ്രസ് 5-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. മുകുൾ വാസനിക്കാണ് സമിതിയുടെ കൺവീനർ. വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുകയാണ്. ജിൽബി, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിർണായകമാണ് യോഗം. എങ്ങനെ പുരോഗമിക്കുന്നു വിവരങ്ങൾ? ഒരു യോഗം തന്നെയാണ് ഇപ്പോൾ ദില്ലിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ 4ാമത് യോഗമാണ് ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളെ തുടർന്ന് മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ നിർത്തിവെച്ചിരുന്ന ഈ യോഗം 3.5 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവിടെ ചേരുന്നത്. പ്രധാന നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 27 പാർട്ടികളുടെയും നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം, ഈ യോഗത്തിൽ പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷനെ ഇന്ത്യ മുന്നണി യോഗം അപലപിച്ചു എന്ന് തന്നെയാണ്. വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തു. പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. അതായത് സഭാ സമ്മേളനത്തിന് ശേഷവും ഇതിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി യോഗം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ യോഗത്തിലെ പ്രധാന വിഷയം സീറ്റ് വിഭജനം തന്നെയായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ ഈ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് അതുപോലെ തന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്നണിക്കിടയിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. അതിനാൽ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിടാനുള്ള തന്ത്രം തന്നെ മെനയുകയായിരിക്കും ഈ യോഗത്തിൽ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ യോഗങ്ങൾ ചേർന്നപ്പോൾ ഒക്ടോബറിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കി അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് അത് നീളുകയായിരുന്നു. ഇതിലൂടെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു, പല പാർട്ടികളും ഉന്നയിച്ചിരുന്നു. അതിനാൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഇവിടെ പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷം പിന്നീട് സംസ്ഥാന തലത്തിലായിരിക്കും ബാക്കി സീറ്റ് വിഭജന കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. അസിത, മുന്നണിയുടെ യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ജിൽബി തോമസൺ.